ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതാണ് സാർ ഈ ധവളപത്രത്തിൽ പറയുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു കാര്യമില്ലാതെ പറഞ്ഞു ധവളപത്രം എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തേണ്ടതാണ്. സാർ, ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി പറയുന്നു, സാർ, ഈ ധവളപത്രം ഉമ്മാക്കിയല്ല, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കണ്ണാടിയാണ്. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല. ഞങ്ങളാരും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കണം സാർ, എന്നിട്ട് പുറകിലേക്കൊന്ന് സഞ്ചരിക്കണം. ഞാൻ ഇത് ടേബിളിൽ വെച്ച വൈറ്റ് പേപ്പർ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല സാർ, ഞാൻ വിശദാംശങ്ങൾ പറയുന്നില്ല. ഹിറ്റ്ലർക്ക് ഈ സ്ഥിരതയില്ലാത്തതുകൊണ്ട് അറിയാലോ, ഹിറ്റ്ലറുടെ സ്വഭാവം അറിയാലോ. 41 ആയപ്പോ ഹിറ്റ്ലർ കയറി റഷ്യ ആക്രമിച്ചു, മോസ്കോ ആക്രമിച്ചു. അതാണ് അപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷ നിലപാടല്ല, ഹിറ്റ്ലറുടെ കൂടെ ഉണ്ടായിരുന്ന നിലപാട് മാറ്റി നേരെ ഇപ്പുറത്ത് ഈ അലയൻസിന്റെ കൂടെ കൂടുന്നത്. അപ്പൊ നിങ്ങൾ മാറി, അത് കറക്റ്റാണ്. അപ്പൊ മാറി. സാരി മാറിക്കഴിഞ്ഞാൽ പിന്നെ മാറിയിരിക്കാൻ പറ്റുമോ? അവിടെ മഴ പെയ്താൽ ഇവിടെ കുടപിടിച്ച് കിടക്കുന്ന ആളല്ല. മോസ്കോയിൽ മഴ പെയ്താൽ തിരുവനന്തപുരത്ത് കുടപിടിച്ച് കിടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. വളരെ നിർണായകമായ ഒരു നിലപാടായിരുന്നു അത്. അങ്ങ് അതിനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. സോവിയറ്റ് യൂണിയൻ ഉദയം ചെയ്തിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ. ആ ഘട്ടത്തിൽ ഒരാക്രമണം സോവിയറ്റ് യൂണിയന് പിടിച്ചു നിൽക്കാനുള്ള വിഷമം അന്ന് സോവിയറ്റ് യൂണിയനുമായിട്ടാണ്. അത് ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു. അതങ്ങ് മറക്കാതിരിക്കും. സൂചിപ്പിച്ചതുപോലെ അങ്ങ് പറഞ്ഞാൽ അതൊരു അനൗനയമായിരുന്നു സ്റ്റാലിന്റെ എന്ന. സോവിയറ്റ് യൂണിയൻ വന്നിട്ട് അധികം നാളൊന്നല്ല, 1917 അല്ലേ? റഷ്യൻ റവല്യൂഷൻ 1917 അതിനുശേഷം ഒരുപാട് നാളായി അവർ സെറ്റൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ രണ്ടുപേരും അതല്ല രണ്ടുപേരും ഒരേ പണിയാണ് ചെയ്തിരുന്നത്. സ്റ്റാലിൻ ചെയ്തിരുന്നതും ഹിറ്റ്ലർ ചെയ്തിരുന്നതും ഒരേ ജോലിയാണ്. എതിരാളികളെ കൊല്ലുക, സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാരെ വരെ കൊല്ലുമായിരുന്നു. അറിയത്തില്ലേ? സ്വന്തം ക്യാബിനറ്റ് മന്ത്രിമാരെ വരെ കൊല്ലുമായിരുന്നു, PBയിലുള്ളവരെ കൊല്ലുമായിരുന്നു, നാട് കടത്തുമായിരുന്നു. സാർ, എനിക്ക് അഭിമാനമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഞങ്ങളുടെ ടീം UDF എടുത്ത ഒരു സുപ്രധാനമായ നിലപാടുണ്ട്. ആ നിലപാട് അഡ്മന്റ് ആയിട്ടുള്ള സെക്യുലർ നിലപാടാണ്, വിട്ടുവീഴ്ചയില്ലാത്ത മതേതര നിലപാടാണ്. ഞങ്ങൾ ഒരാളായിട്ട് കോംപ്രമൈസ് ചെയ്തില്ല. ഞങ്ങൾ പറഞ്ഞു, തെരഞ്ഞെടുപ്പിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞ് ചിലർ വന്നു. ഞങ്ങൾ പറഞ്ഞു, വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ. വർഗീയത വളരുന്ന മുഖത്ത് നോക്കി പറഞ്ഞു ഞങ്ങൾ. സാർ, അതിന് മതേതര കേരളം നൽകിയ അംഗീകാരമാണ് ഞങ്ങളുടെ ഈ ഉജ്ജ്വലമായ വിജയം. മതേതര കേരളം ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരു മതേതര സ്വഭാവം നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉള്ള കേരളത്തിൽ എല്ലാവരും സൗഹാർദ്ദത്തോടെ ജീവിക്കാനുള്ള അന്തരീക്ഷം ഞാൻ ഈ നിയമസഭയ്ക്ക് ഉറപ്പു നൽകുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നീട് ഇനിയുള്ള കാലത്ത് ഒരു കോംപ്രമൈസും വർഗീയതയുമായി ഉണ്ടാവില്ല, ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. വർഗീയതയെ അതിന്റെ മുഖം നോക്കി വിമർശിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഡിവിഡന്റ് ആണ് നമ്മുടെ യുവത്വം എന്ന് പറയുന്നത്. നമ്മുടെ ജനസംഖ്യയിലെ ഒരു 60-65% ആ യങ്സ്റ്റേഴ്സ് ആണ്. മറ്റു പല രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഭാവിയിൽ വലിയ ശുഭപ്രതീക്ഷയോടുകൂടി ഭാവിയെ കാത്തിരിക്കുന്നതിന്റെ കാരണം കൺസ്ട്രക്റ്റീവായ ക്രിയേറ്റീവായ ഒരു യുവത്വം നമുക്കുണ്ട് എന്നുള്ളതാണ്. ആ യുവത്വത്തെ കൊലക്കി കൊടുക്കാൻ നമുക്ക് സമ്മതിക്കാൻ പാടില്ല. അപകടകരമായ രീതിയിൽ മയക്കുമരുന്ന് വ്യാപനം ഉണ്ടാകുന്നു കേരളത്തിൽ. ഏത് വിദൂര ഗ്രാമത്തിലും ഏത് സബ്സ്റ്റൻസും 10-15 മിനിറ്റ് കൊണ്ട് ലഭിക്കും. അത്രയും വലിയ നെറ്റ്വർക്കാണ് ആർക്കുള്ളത്. ആ ചെയിൻ നമ്മൾ തകർക്കണം. നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത് ഇത് വലിക്കുന്ന കൺസ്യൂമേഴ്സിനാണ്. NDPS ആക്ട് അനുസരിച്ച് അപ്പം തന്നെ ജാമ്യം കൊടുത്ത് പുറത്തിറങ്ങുകയാണ്. അവൻ പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂർ നിന്ന് ക്ഷീണം നിൽക്കാൻ പിന്നെയും പോയി പുറത്ത് വലിക്കുകയാണ്. നമുക്ക് ഈ ശൃംഖല തകർക്കണം, ഈ സോഴ്സ് തകർക്കണം. അതിന് കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഏജൻസികളാണ് നമ്മുടെ പോലീസും നമ്മുടെ എക്സൈസും എന്ന് നമ്മൾ തെളിയിക്കണം. നമ്മൾ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളും മതസംഘടനകളും അവയർനെസ് ഏറ്റെടുക്കണം, ബോധവൽക്കരണം ഏറ്റെടുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾ വിട്ടുതരില്ല എന്ന് കേരളം ഒരുമിച്ച് പ്രഖ്യാപിച്ച് ഇതിന് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ആ 2 ഗ്യാരണ്ടികൾ 5 ആ 2 ഗ്യാരണ്ടികൾ തീരുമാനിക്കാൻ കഴിഞ്ഞു എന്നുള്ള അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ ആദ്യഘട്ടം ഈ 15-ാം തീയതി പ്രഖ്യാപിക്കും. 15-ാം തീയതി മുതൽ അത് നടപ്പാവുകയാണ്. സർ, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്ത് സീനിയർ സിറ്റിസൺസിന് ഒരു വകുപ്പുണ്ടാക്കിയിരിക്കുക. ഒരു വകുപ്പുണ്ടാക്കി, അത് ആ തീരുമാനമെടുത്തു. ആ തീരുമാനം ഒരുപാട് ലക്ഷ്യങ്ങളോട് കൂടിയാണ്. ഒരുപാട് ലക്ഷ്യങ്ങൾ. അത് ലോകത്തിലെ പല മാതൃകകളും കേരളത്തിൽ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു, ഒരു സൊസൈറ്റി പരിഷ്കൃതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആ സൊസൈറ്റി, ആ സമൂഹം അവിടുത്തെ മുതിർന്ന പൗരന്മാരോട് എങ്ങനെ പെരുമാറുന്നു എന്നതെ കണക്കാക്കിയാണ്. സാർ, 3-4 വർഷം കഴിയുമ്പോൾ ഈ കേരളം ഈ രാജ്യത്തോട് മുഴുവൻ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഇന്ത്യയിലെ ഏറ്റവും പരിഷ്കൃതമായ സമൂഹമാണ് കേരളത്തിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാൻ കഴിയണം. അതൊരു ഔദാര്യ വെൽഫെയർ സ്കീമല്ല, മുതിർന്ന പൗരന്മാർക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ലത്. അവയെ കൂടി നമ്മുടെ ഈ സംസ്ഥാനത്ത് മാറ്റമുണ്ടാകണം. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, തൊഴിൽ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് രംഗങ്ങളിൽ സമഗ്രമായ മാറ്റമുണ്ടാകണം. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തണം. ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങൾ
ഈ ലോകത്തിന്റെ മുഴുവൻ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി കേരളത്തെ മാറ്റാൻ നമുക്ക് കഴിയണം. സാർ, നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നു, ബ്രെയിൻ ഡ്രെയിൻ ആണ് നടക്കുന്നത് കേരളത്തിൽ. എല്ലാവരും പോകുന്നത് തടയാൻ കഴിയില്ല. ലോകത്തിലെ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണോ ഈ കുട്ടികൾ പോകുന്നത്? അല്ല.